ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവുകളിൽ ഒന്നാണ് ബറാഅത്ത് രാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിവിശിഷ്ടമായ ഷാബാൻ 15 രാവ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ വളരെ ആവേശത്തോടു കൂടെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ ഓതി റബ്ബിനോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന രാവുകളിൽപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ്. പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ കടന്നു വരുന്ന ആ ബറാഅത്ത് രാവ് നാളെ സൂര്യനസ്തമിക്കലോടുകൂടെ നമ്മിലേക്ക് സമാഗതമാകുകയാണ്. നാളെ സൂര്യനസ്തമിക്കലോടുകൂടെ, അഥവാ ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സൂര്യനസ്തമിക്കുന്നതോടുകൂടെ ബറാഅത്ത് രാവായി. അന്ന് നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ്, തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് ബറാഅത്തിൻ്റെ നോമ്പ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവിൽ ചൊല്ലേണ്ടുന്ന ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതു കാരണമായിട്ട് ഈ ബറാഅത്ത് രാവിൽ നാം എങ്ങനെയാണ് റബ്ബിനോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാനുള്ളത് ചോദിച്ചു വാങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ബറാഅത്ത് രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമുക്കൊക്കെ അറിയാം, ധാരാളം പുണ്യകർമ്മങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സഹായം നൽകി. ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവ് കൂടെയാണല്ലോ വരുന്നത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെ നോമ്പ് തുറ, അല്ലെങ്കിൽ ഒരു 20 പേരുടെ നോമ്പ് തുറ, ഒരു 30 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ സാധിക്കുമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇൻഷാ അല്ലാഹ് അത് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഒരുപാട് ആളുകൾക്ക് സ്വർഗപ്രവേശം നൽകുന്ന, നരകത്തിൽ നിന്നും മോചനം നൽകുന്ന വളരെ പവിത്രമേറിയ ബറാഅത്ത് രാവിലാണ് റമളാനിലേക്ക് നമ്മളൊരു സ്വതക്കയെ നീട്ടിയെറിയുന്നത്. അത് നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നെയ്യത്തുകൾ വെക്കുക. ഇൻഷാ അല്ലാഹ് ഇതെൻ്റെ രോഗം മാറാൻ വേണ്ടിയാണ്, ഇതെൻ്റെ കടങ്ങൾ വീടാൻ വേണ്ടിയാണ്, ഇതെൻ്റെ മോൻക്ക് ജോലിയാകാൻ വേണ്ടിയാണ്, ഇങ്ങനെ തുടങ്ങി നല്ല നെയ്യത്തുകൾ കരുതിയിട്ട് സ്വതക്ക നൽകുക. റമളാനിലെ പ്രധാനപ്പെട്ടൊരു കർമ്മവും കൂടെയാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ നമ്മൾ ഈ നൽകുന്ന സ്വതക്ക, നോമ്പ് തുറപ്പിക്കാൻ നൽകുന്ന ഈ സ്വതക്ക ഒരു കാരണമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ വരുന്ന റമളാനിൽ ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ നൽകി, ഇനി നൽകാൻ സാധിക്കുന്നവർ വളരെ പെട്ടെന്ന് അത് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ അതിലേക്ക് കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ അവർ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അവരൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നു. അവരൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടവരെ സെലക്ട് ചെയ്യുകയും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മക്കളെ നല്ല ചിട്ടയിലും ആത്മീയ ചിട്ടയിലും വളർത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. പുതിയ കാലത്തെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മളെ മക്കൾ നല്ല ചിട്ടയിൽ വളരാൻ ഇതൊരു കാരണമാകുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മക്കളെ ദർസിലേക്ക് ചേർക്കണം, ആത്മീയാന്തരീക്ഷത്തിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ മുന്നോടിയായി കടന്നു വന്ന റജബിൻ്റെയും ഷഅബാനിൻ്റെയും പുണ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുത്ത് അത് കാരണമായിട്ട് വിജയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി റമളാനിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് റമളാനിന് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. എത്രയോ ആളുകൾ ഈ റജബ് വന്നപ്പോൾ
ഷാബാന് വന്നപ്പോൾ അതിലൊക്കെ വിട പറഞ്ഞു പോയവരുണ്ട്. അള്ളാഹുവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഈ റമളാനിലേക്ക് അവർക്ക് ആഫിയത്ത് ലഭിച്ചില്ല. പക്ഷേ സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല റമളാനിലേക്ക് ആഫിയത്തിനെയും ദീർഘായുസ്സിനെയൊക്കെ നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇന്നേ ദിവസം വരെ നമുക്ക് റബ്ബ് ആയുസ്സിനെ നീട്ടി നൽകിയതിന് മനസ്സറിഞ്ഞൊരു അൽഹംദുലില്ലാ പറയാം. ബറാഅത്ത് രാവിലെ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ പലരും 6 അടി മണ്ണിലാണ്. അവരുടെ പേരിലൊരു ഫാത്തിഹ ഓതലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ സിയാറത്ത് ചെയ്യിപ്പിക്കലും അത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ബറാഅത്ത് രാവിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ സിയാറത്ത് ചെയ്തിരുന്നു എന്നാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഞാനൊരു രാത്രി, അതായത് ബറാഅത്ത് രാവിലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എൻ്റെ അരികിൽ കാണുന്നില്ല. ബറാഅത്ത് രാവിൻ്റെ അന്ന് ഞാൻ വീട് വിട്ടിറങ്ങി നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ ഖബർസ്ഥാനിൽ ആകാശത്തേക്ക് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നെ കണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവും റസൂലും അനീതി കാണിച്ചുവെന്ന് ഭയന്നു പോകുന്നോ? ഞാൻ പറഞ്ഞു, താങ്കൾ അങ്ങ് മറ്റു വല്ല ഭാര്യമാരുടെയും അടുക്കലേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന്. ഷാബാൻ പകുതിയുടെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരുണക്കടാക്ഷം 1-ാം ആകാശത്തിൽ അവതരിക്കും. കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻപറ്റത്തിൻ്റെ രോമങ്ങളേക്കാൾ കൂടുതൽ എണ്ണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ആളുകൾക്ക് മോചനം നൽകും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, കൽബ് ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ അറബികളിലെ ഏറ്റവും ആടുകളെ കൂടുതൽ പോറ്റിയിരുന്ന ഗോത്രമാണ്. അവരുടെ രോമങ്ങൾ, ആടുകളുടെ രോമങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരുപാട് എണ്ണമുണ്ടാവും, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമം കണക്കെ വിശ്വാസികൾക്ക് നരകമോചനം നൽകുന്ന രാത്രിയാണ് അന്നത്തെ രാത്രി എന്ന് മനസ്സിലാക്കിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്തിലും സിയാറത്തിലുമൊക്കെ ആയിട്ട് സമയം ചെലവഴിച്ചത്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അത്രമേൽ ഇബാദത്തിലായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ സാധുക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിലും വലിയ ഭാഗ്യം ലഭിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലും വലിയ രക്ഷ ലഭിക്കേണ്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെ ഇബാദത്തിൽ സജീവമായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നമുക്കും സാധിക്കണം, നമുക്കും ഇബാദത്തിൽ സജീവമാകാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബറാഅത്ത് രാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതുപോലെ നമുക്കും ഇന്നത്തെ രാവ് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം നല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബറാഅത്ത് രാവിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കർമ്മങ്ങളും അമലുകളൊക്കെയുണ്ട്. പ്രധാനമായിട്ട് ചൊല്ലേണ്ട ചില ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതിൽ വളരെയധികം പഴയകാലം മുതലേ നമ്മൾ ചെയ്യുന്നതാണ് 3 സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത്. യാസീൻ സൂറത്ത് വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ്. ഖൽബുൽ ഖുർആനി സൂറത്ത് യാസീൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് ഒരു തവണ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ 22 തവണ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. ബറാഅത്ത് രാവിൽ മഗ്രിബിന് ശേഷം 3 സൂറത്ത് യാസീൻ പ്രത്യേകം പാരായണം ചെയ്യൽ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു മാതൃകയാണ്, നമുക്കതറിയാവുന്നതാണ്. ബറാഅത്ത് രാവിൽ ഒരു യാസീൻ ഓതി ആ രാവിൽ പ്രത്യേകമായി അറിയപ്പെട്ട ദുആയും ആ ദുആയൊക്കെ ചെയ്ത് നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുക്കുന്ന സമയമാണ്. ഒരു വർഷം നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അത് തീരുമാനിച്ച് കൈകാര്യം ചെയ്യുന്ന മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അതിവിശിഷ്ടമായ രാവാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്ന രാവ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മളൊരു യാസീൻ ഓതി ദുആ ചെയ്യുന്നത് എന്തിനാണ്? ആ കാര്യത്തിൽ നല്ല തീരുമാനങ്ങളും ഏൽപ്പനകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യത്തത് യാസീൻ നമ്മുടെ അൽ ബറക്കത്തു ഫിൽ ഉംർ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓതുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. മൂന്നാമത്തത് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആഖിബത്ത് നന്നാവാനും ഭക്ഷണ വിശാലതയ്ക്കും നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള
തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നല്ല തീരുമാനങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യും. നിങ്ങളോട് മജ്ലിസിൽ എത്തുന്ന സമയത്ത് നമ്മൾ നെയ്യത്ത് വെക്കാൻ വേണ്ടി പറയും. നിങ്ങൾ നെയ്യത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് സൂറത്ത് യാസീൻ ഓതും. നിങ്ങളൊക്കെ ബറാഅത്ത് രാവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബറാഅത്ത് രാവിലെ നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്തതിന് ശേഷം സൂറത്ത് ദുഹാൻ ബറാഅത്ത് രാവിൽ പാരായണം ചെയ്യുന്നു. അത് പ്രത്യേകമായിട്ട് അങ്ങനെ ബറാഅത്ത് രാവിൽ നമ്മൾ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ആരെങ്കിലും രാത്രിയിൽ സൂറത്ത് ദുഹാൻ പാരായണം ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവനായി അവൻ പ്രഭാതത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതു രാത്രിയിൽ ഓതാനും പ്രസ്തുത ഹദീസ് രേഖയാണ്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവിലെ സൂറത്ത് ദുഹാൻ ഓതൽ പ്രത്യേകം പുണ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ എഴുതി അറിയിക്കും. അതൊക്കെ കാണുമ്പോൾ നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തണം. ബറാഅത്ത് രാവിലെ ഗുണം ലഭിക്കാത്ത, റഹ്മത്ത് ലഭിക്കാത്ത വിഭാഗങ്ങളുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞതാണ്. ആ വിഭാഗങ്ങളിലൊക്കെ പെടാതിരിക്കണം. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ട്. ഷഅബാൻ മാസത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്തവരിൽ പലരും മരണപ്പെട്ടു പോയവരുടെ പേരിലൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യണം. അള്ളാഹുരുടെയൊക്കെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.